പക്ഷെ പ്രശ്നം എന്തെന്നാൽ ആ ടെറിട്ടറികൾ മിക്കതും ഓൾറെഡി ഓക്യുപ്പൈഡ് ആയിരിക്കും. അതിന്റെ ഉടമസ്ഥൻ മിക്കവാറും നിങ്ങളുടെ ഡബിൾ സൈസുള്ള ഏതെങ്കിലും മുതിർന്ന കൊമഡോ ഡ്രാഗണും ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് പുള്ളിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നെഗോഷിയേറ്റ് ഒക്കെ ചെയ്ത് ആ സ്ഥലം വാങ്ങിയെടുക്കാം. പക്ഷെ ഉള്ളത് പറയാലോ, ആ നെഗോഷിയേഷൻ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിന് രൂപമാറ്റം വല്ലാതെ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നും നോക്കാതെ വന്ന അതേ വഴി തിരിഞ്ഞങ്ങ് നടക്കുക, എന്നിട്ട് വേറെ ഏതെങ്കിലും ആളില്ലാത്ത ടെറിട്ടറി കണ്ടുപിടിക്കുക. അങ്ങനെ അവസാനം നിങ്ങൾ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു മുതിർന്ന കൊമഡോ പൗരനായി ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ ഇനി മാറ്റേണ്ടതുണ്ട്. ഇനി മുതൽ നിങ്ങളുടെ ഡെയിലി ലൈഫ് വേട്ടയാടൽ, നിരീക്ഷണം, ഉറക്കം എന്നിവയുടെ ഒരു മിശ്രണമായിരിക്കും. പിന്നെ ഉറക്കത്തിന്റെ കാര്യം പറയുമ്പോൾ ചില്ലറ ഉറക്കമൊന്നുമല്ല നിങ്ങൾ ഉറങ്ങുക. കുംഭകർണന് കോമ്പറ്റീഷൻ കൊടുക്കുന്ന ലെവലിൽ നിങ്ങൾ ഉറങ്ങും. അതുകൊണ്ട് തന്നെ ഹണ്ടിങ് നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചെയ്യൂ. പക്ഷെ വേട്ടയ്ക്ക് ഇറങ്ങിയാൽ നല്ല വലിയ എന്തെങ്കിലും ഐറ്റം പിടിച്ചിട്ടേ നിങ്ങൾ വരൂ. ഒരാഴ്ചയിൽ ഒരു വലിയ വേട്ട എന്നതാണ് നിങ്ങളുടെ സ്റ്റൈൽ. നിങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് മാനുകൾ, പിന്നെ കാട്ടുപന്നികൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോത്തുകളും. നിങ്ങളുടെ വേട്ടയാടൽ സ്റ്റൈൽ എന്ന് പറയുന്നത് മെയിനായിട്ട് ക്ഷമയിലും കൃത്യതയിലും അധിഷ്ഠിതമാണ്. നിങ്ങൾ ഏതെങ്കിലും പുല്ലുകൾക്കിടയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു പറ്റിയ തക്കത്തിനായി.